മുരളി നെല്ലനാട് നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോവൽ അവിചാരിതം. അച്ഛനമ്മയെ കൊല്ലുന്നേ! ചാരുത നിലവിളിച്ചുകൊണ്ട് ഓടി വന്നു. ജയരാമൻ മൃദുലയെ ചുവരോട് ചേർത്ത് നിർത്തി കഴുത്ത് ഞെരിച്ചു. അവളുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. അയാളുടെ കൈകളിൽ അവൾ പിടിച്ചെങ്കിലും ബലത്തിലുള്ള പിടി വിടുവിക്കാനായില്ല. അമൃത ഓടിക്കിതച്ചെത്തി. അച്ഛാ, അമ്മയെ വിടാൻ! ഇടത് കൈകൊണ്ട് അവൾ ജയരാമന്റെ കയ്യിൽ പിടിച്ചു. ചാരുത ജയരാമന്റെ അരക്കെട്ടിൽ പിടിച്ച് പിന്നോട്ട് വലിച്ചു. തൊട്ടുപോകരുത് ഞങ്ങളുടെ അമ്മയെ! അമൃത അലറി. ജയരാമന്റെ പിടി അയഞ്ഞതും മൃദുല അയാളുടെ കൈകൾ വലിച്ചെറിഞ്ഞു. മുറിവേറ്റ കാട്ടുമൃഗത്തെ പോലെ ജയരാമൻ അമറിക്കൊണ്ട് മുന്നോട്ട് ചെന്നതും അമൃത അയാൾക്ക് മുന്നിൽ കയറി നിന്നു. ഞങ്ങളുടെ അമ്മയെ തൊട്ടുപോകരുതെന്നാ പറഞ്ഞത്. അവൾ ജ്വലിച്ചുകൊണ്ട് ചൂണ്ടുവിരൽ ഉയർത്തി. മൃദുല കഴുത്തിൽ ചുറ്റിപ്പിടിച്ച് ചുമയ്ക്കുകയും ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുകയും ചെയ്തു. നിനക്കറിയില്ല ഇവളെ! ജയരാമൻ അലറി. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ അമ്മയെ. അറിയാതെ പോയത് നിങ്ങളെയാ. ജയരാമൻ തറഞ്ഞു നിന്നു. നിങ്ങൾ സംസാരിക്കുന്നതൊക്കെ ഞങ്ങൾ കേട്ടു. കഴുത്ത് ഞെരിച്ച് കൊന്നുകളയാൻ മാത്രം എന്താ അമ്മ പറഞ്ഞത്? കുനിഞ്ഞു നിന്ന് ചുമച്ച മൃദുലയെ കെട്ടിപ്പിടിച്ച് ചാരുത കരഞ്ഞു. അച്ഛന് നല്ലത് വരണമെന്നേ അമ്മ ആഗ്രഹിച്ചുള്ളൂ. കൊലവിളിയുമായി ഒരുത്തൻ ഇവിടെ കയറി വന്നു. അച്ഛനൊന്ന് മാറി നിന്നാൽ എല്ലാത്തിനും ഒരു പരിഹാരമാവുമെന്നോർത്ത് അമ്മ അത് പറഞ്ഞപ്പോ അച്ഛൻ ഇത്രയും രോഷം കൊള്ളുന്നതെന്തിനാ? അമൃത അയാളുടെ മുഖത്ത് നോക്കി ചോദിച്ചു. വേണ്ട വേണ്ട, ചുമയ്ക്കുമ്പോൾ കൈയെടുത്ത് മൃദുല വിലക്കി. അമ്മയെ കൊന്നുകളയാനുള്ള മനസ്സുപോലും അച്ഛനുണ്ടായി. അതിൽ ഞാൻ വലിയ അത്ഭുതമൊന്നും കാണുന്നില്ല. എന്നെ മറ്റൊരാൾ കൊല്ലാൻ ശ്രമിച്ചിട്ടും കണ്ണും കാതും അടച്ച ആളല്ലേ അച്ഛൻ. ഒരു വാക്കുമതി മകളെ നിലം പരിശാക്കാനെന്ന് ജയരാമൻ ഓർത്തു. ബാങ്ക് പാസ്ബുക്ക് എടുത്ത് മകളുടെ മുന്നിൽ നിവർത്തി പിടിച്ചാൽ മാത്രം മതി. ഇതുവരെ ക്ഷമിച്ചു, ഇനി എന്തിനു മടിക്കണം? അമ്മ ആരാന്ന് മക്കൾ അറിയണം. ജയരാമൻ അകത്തേക്ക് കുതിച്ചു. അമ്മേ, അച്ഛൻ വാക്കത്തി എടുക്കാൻ പോയതാ. ചാരുത വാവിട്ട് കരഞ്ഞു. വെട്ടിക്കൊല്ലാനാണെങ്കിൽ വരട്ടെ, എന്നെ കൊന്നിട്ടേ അച്ഛൻ നിങ്ങളെ കൊല്ലൂ. ബാൻഡേജ് ഇട്ട കൈ നെഞ്ചോട് അമർത്തി വെച്ച് മൃദുലയ്ക്കും ചാരുതയ്ക്കും കവചം തീർത്ത് അമൃത നിന്നു. അലമാരയുടെ മുന്നിലെത്തിയ ജയരാമൻ പെട്ടെന്ന് നിന്നു. കക്കാൻ പഠിച്ചാൽ നിൽക്കാനും പഠിച്ചവളാണ് മൃദുല. അവളുടെ അക്കൗണ്ടിൽ പണമില്ലെന്നേ തനിക്ക് പറയാൻ കഴിയൂ. അതവൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആക്കിയെന്ന് പറഞ്ഞാൽ താൻ എന്തു ചെയ്യും? മഹിയും അവളും തമ്മിൽ അവിഹിത ബന്ധം ആരോപിച്ചാൽ അത് തെളിയിക്കാൻ തനിക്ക് കഴിയുമോ? ഒരു തെളിവും തൻ്റെ കയ്യിലില്ല. കെട്ടിച്ചമച്ച കഥയാണെന്നേ മക്കൾ പോലും വിശ്വസിക്കും. എല്ലാം അറിഞ്ഞു വെച്ച് എന്തിന് അച്ഛൻ തൻ്റെയും മഹിയേട്ടൻ്റെയും വിവാഹം നടത്താൻ തയ്യാറായെന്ന് അമൃത ചോദിച്ചാൽ നിന്നുരുകേണ്ടി വരും. ദേവിയും താനും തമ്മിലൊരു ബന്ധം ആരോപിക്കപ്പെട്ട നിലയ്ക്ക് തൻ്റെ ഒരു വാദവും വിലപ്പോവില്ല. ജയരാമൻ കട്ടിലിൽ ചെന്നിരുന്നു. അവളും അവനും ജയിച്ചു കയറുകയാണ്. തനിക്കെതിരെ അവൾ അംഗത്തിന് തയ്യാറെടുക്കുന്നത് മക്കളെ മുന്നിൽ നിർത്തിയാണ്. അമ്മു എന്നെ നിങ്ങൾ എന്നുവരെ വിളിച്ചു കഴിഞ്ഞു. കുഴിയിൽ നിന്ന് പടുകുഴിയിലേക്ക് താഴുകയാണെന്ന് ജയരാമന് മനസ്സിലായി. പൂർണ്ണമായും താൻ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. ഭാര്യ, മക്കൾ, കുടുംബം, അതിൻ്റെ നാഥൻ എന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല. മനുഷ്യൻ ജനനം മുതൽ മരണം വരെ എന്നും തനിച്ചു തന്നെയാണ്. ഔദാര്യം പറ്റുമ്പോൾ മാത്രം ഉടലെടുക്കുന്നതാണ് സ്നേഹം. ഒരർത്ഥവുമില്ലാത്ത വാക്ക്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരുടെ എല്ലാം വിധി തൻ്റേത് തന്നെയാണ്. ഒരു പുരുഷായുസ് കൊടും ചൂടിൽ അധ്വാനിച്ച് നേടിയത് താലിചരണിന്റെ വിശ്വാസത്തിൽ ഒരു സ്ത്രീക്ക് അടിയറവ് വെച്ച് താലിക്ക് സ്വർണത്തിന്റെ വില മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയ വിഡ്ഢിയാണ് താൻ. അതുപോലൊരു താലി മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ കെട്ടിയാൽ അവളും ഭാര്യ. രക്തബന്ധത്തിൽ കവിഞ്ഞ മറ്റൊരു ബന്ധവുമില്ല. ജയരാമൻ എഴുന്നേറ്റ് ഹാളിൽ വന്നപ്പോൾ അവിടെ മൃദുലയും കുട്ടികളും ഭയന്ന് നിൽപ്പുണ്ട്. അയാൾ സിറ്റൗട്ടിൽ ഇറങ്ങി കസേരയിൽ ചെന്ന് വീണു. എന്തിനയാൾ അകത്തേക്ക് ഓടിയെന്ന് മൃദുലയ്ക്ക് മനസ്സിലായില്ല. ചാരുത മൃദുലയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. അമ്മ വാ, ഇനി ഇവിടെ നിൽക്കണ്ട. വാ അമ്മേ. 3 പേരും മുറിയിൽ കടന്നു. ഞാനൊന്നും പറഞ്ഞില്ല മക്കളെ. അയാളെ പേടിച്ച് ഒന്ന് മാറി നിൽക്കാൻ മാത്രമേ പറഞ്ഞുള്ളൂ. അച്ഛൻ അതെങ്ങനെ ഇഷ്ടപ്പെടാനാ? ആ സ്ത്രീ വിളിച്ചു വരുത്തിയതല്ലേ. പോകാൻ പറഞ്ഞാൽ അച്ഛൻ കേൾക്കുവോ? അമൃത ഇരിഞ്ഞു. ഇനി നിങ്ങൾ അച്ഛനോട് കടുപ്പിച്ചൊന്നും പറയരുത്. എന്ത് ചെയ്യാനും മടിക്കില്ല. ജയേട്ടന്റെ ശരിക്കുള്ള സ്വഭാവം എനിക്കെപ്പോഴാ മനസ്സിലായത്. അതിന് അച്ഛൻ നമുക്കൊപ്പം കഴിഞ്ഞിട്ടില്ലല്ലോ. വളരെ സന്തോഷത്തോടെ കഴിഞ്ഞതാ നമ്മള്. ഇപ്പോ അടിയും പിടിയും വഴക്കുമായി. കട്ടിലിന്റെ കാൽക്ക ചെന്നിരുന്ന് ചാരുത കരഞ്ഞു. രാത്രി ഏറുമ്പോഴും ജയരാമൻ അതേ ഇരിപ്പായിരുന്നു. ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. ഇപ്പോഴും അവൾക്കോ അവനോ തന്നെ സംശയമില്ല. അവളുടെ ഉള്ളിലിരിപ്പ് വ്യക്തമായി കഴിഞ്ഞു. സമ്മർദ്ദത്തിൽപ്പെടുത്തി
തന്നെ ഗൾഫിലേക്ക് പറഞ്ഞയക്കണം. അവൻ്റെ കൂടെ ഒളിച്ചോടാൻ തയ്യാറല്ല. വീണ്ടും എരിവെയിലിൽ ജയരാമൻ കത്തിയെരിഞ്ഞ് പണമുണ്ടാക്കി അവൾക്ക് അയച്ചു കൊടുക്കും. അവനും അവളും സുഖിച്ചു മതിച്ച് ജീവിക്കും. രണ്ടിനെയും തീർക്കേണ്ടത് ഒറ്റ രാത്രിയാവണം. ഒരിടവേള കൊടുത്താൽ താൻ പിടിക്കപ്പെടും. അയാൾ ശക്തിയായി വായു വലിച്ചെടുത്തു. ഭാരതിയമ്മ പൂമുഖ കോലായിലേക്ക് ഇറങ്ങി വന്നപ്പോൾ മുറ്റത്ത് നിന്ന് ചെടി നനയ്ക്കുന്ന ദേവി പാർവതിയെ കണ്ടു. നീ സ്കൂളിൽ പോണില്ലേ കുട്ടിയെ? തലയും ഉയർത്തിപ്പിടിച്ച് അങ്ങോട്ട് ചെന്ന് കയറാൻ എനിക്ക് എങ്ങനെ കഴിയും? അവൾ ചോദിച്ചു. അവർ വിഷമത്തോടെ ചാരുപടിയിലിരുന്നു. എത്ര ദിവസാ നീ വീട്ടിലിരിക്കണേ? അങ്ങോട്ട് പോകാതിരിക്കും തോറും ജാളിത കൂടി വരില്ലേ? അവൾ മറുപടി പറഞ്ഞില്ല. പടിപ്പുരയ്ക്ക് പുറത്ത് ബൈക്കിന്റെ ശബ്ദം കേട്ടു. ഭദ്രൻ വരികയാണെന്ന് അവൾക്ക് മനസ്സിലായി. വരട്ടെ, താൻ ജോലി ഉപേക്ഷിക്കാൻ പോണെന്ന് പറയണം. പടിപ്പുര വാതിൽ തുറന്നു അകത്തേക്ക് വന്നത് ജയരാമനായിരുന്നു. ദേവി പാർവതിയുടെ കയ്യിൽ നിന്ന് ഹോസ് താഴെ വീണു. വരരുതെന്ന് പറഞ്ഞിട്ടും രാമേട്ടൻ വന്നു. ജയരാമ, അവിടെ നിൽക്കാൻ. ഭാരതിയമ്മ ഉറക്കെ വിളിച്ചു പറഞ്ഞ് ചാരുപടിയിൽ പിടിച്ചു മുറ്റത്തേക്കിറങ്ങി. ജയരാമൻ കൂസാതെ കയറി വന്നു. എടാ, ഇപ്പം നീ ഇവിടുന്ന് പോയിക്കോണം. കൈ ചൂണ്ടിക്കൊണ്ട് അവർ മുന്നോട്ട് വന്നു. ഞാൻ വന്നത് പോകാൻ തന്നെയാ. അമ്മായി, ഒച്ചയെടുക്കണ്ട. ദേവി പാർവതിയുടെ അടുത്തേക്ക് അയൽ വന്നു. ദേവിയെ നേരിട്ട് കണ്ട് എനിക്ക് ക്ഷമ പറയണമെന്ന് തോന്നി. എൻ്റെ മോൾ ദേവിയെ കാണാൻ വന്ന വിവരമൊക്കെ ഞാൻ അറിഞ്ഞു. അവൾ ശബ്ദിച്ചില്ല. അതവിടം കൊണ്ട് തീർക്കാൻ തയ്യാറാവാത്തത് കൊണ്ടല്ലേ നീ വന്നത്? ഭദ്രൻ പറയണത് ശരിയാ. നീ ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കില്ല. നീ ഒരുത്തൻ കാരണം ഞാൻ അനുഭവിക്കണ സങ്കടം എത്രത്തോളം ഉണ്ടെന്ന് നിനക്കറിയില്ല. നേരിത് തുമ്പുകൊണ്ട് ഭാരതിയമ്മ കണ്ണു തുടച്ചു. ആണും പെണ്ണുമായിട്ടൊന്നാ. അതാ ഒരു ജീവിതം വേണ്ടെന്ന് വെച്ച് നിൽക്കണത്. അതിന്റെ ആദ്യ കയറിയ ആ മനുഷ്യൻ നേരത്തെ പോയേ. ഇനിയും മതിയായില്ലേ ജയരാമ നിനക്ക്? അമ്മയൊന്ന് നിർത്ത്, ദേവി പാർവതി അപേക്ഷിച്ചു. എന്റെ നാവടച്ചിട്ട് നിനക്ക് മതിയായില്ലേടി? ഭദ്രൻ ഇപ്പോൾ കയറി വന്ന ഈ വീട്ടുമുറ്റത്ത് ചോര വീഴും. അതും കൂടി ഞാൻ കാണണോ? നിന്നോട് അപേക്ഷിക്കുകയാ ജയരാമ, നീ ഇവിടുന്നൊന്ന് പോയിത്താ. ഭാരതിയമ്മ തൊഴുതു. അമ്മായി എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടേ ഞാൻ പോകൂ. ഇനിയൊരു പക്ഷേ എനിക്കതിനെ കഴിഞ്ഞില്ലെന്ന് വരും. അയാളുടെ വാക്കുകൾ ദേവി പാർവതിയുടെ മനസ്സിൽ കൊണ്ടു. ഭദ്രൻ വരുന്നെങ്കിൽ വരട്ടെ. ജീവിക്കാൻ ആഗ്രഹമുള്ളവർക്കല്ലേ മരണത്തെ പേടിയുള്ളൂ. എനിക്ക് ആ പേടിയില്ല. ശാന്തനായി അയാൾ പറഞ്ഞു. എന്താ രാമേട്ടന് പറയാനുള്ളത്? ദേവി പാർവതി ചോദിച്ചു. മുഖവുരിയുടെ കാര്യമൊന്നുമില്ല. ഞാൻ ദേവിയെ കാണാൻ സ്കൂളിൽ വന്നത് മറ്റൊരു ലക്ഷ്യം മനസ്സിൽ വെച്ച. ദേവി അത് തിരസ്കരിക്കുമെന്ന് എനിക്കറിയാം. വിനയനെ ദേവിക്കറിയാമല്ലോ. അമ്മായി അങ്ങനെ ഒരാളെ പറ്റി കേട്ട് കാണില്ല. വിനയൻ സ്കൂൾ മാഷ, രാമൻ ഉണ്ണി മാഷിന്റെ മകൻ. നിങ്ങൾ തമ്മിൽ ഒരു ജീവിതം, അത് മനസ്സിൽ മോഹിച്ചാ ഞാൻ വന്നത്. ദേവി പാർവതിയുടെ ഉടൽ വിറച്ചു. അയാളുടെ വാക്കുകൾക്കായി ഭാരതിയമ്മ കാതോർത്തു. ഒരു ബന്ധം വേണമെങ്കിൽ എനിക്ക് എന്നേ ആവാമായിരുന്നു എന്നാവും ദേവി ഇപ്പോൾ ഓർക്കുന്നത്. ഞാനീ പറയുന്നത് എൻ്റെ സമാധാനത്തിന് വേണ്ടിയാ. ദേവി പാർവതിയുടെ ചുണ്ടിൽ ഒരു ചിരി മിന്നിപ്പൊലിഞ്ഞു. ഞാൻ രാമേട്ടൻ്റെ അയൽപ്പക്കത്ത് വരുമ്പോൾ രാമേട്ടന് എങ്ങനെ സമാധാനം കിട്ടാനാ? എല്ലാത്തിനും ഞാനൊരു പരിഹാരം ഉണ്ടാക്കിയാൽ പോരെ? അവൾ എന്തെങ്കിലും പറയുന്നതിനു മുൻപേ ജയരാമൻ ഭാരതിയമ്മയുടെ നേരെ തിരിഞ്ഞു. വിനയൻ ഒന്ന് കെട്ടിയതാ, ഡൈവോഴ്സും കഴിഞ്ഞു. എൻ്റെ എല്ലാ കാര്യങ്ങളും വിനയൻ അറിയാം. ഞാൻ ഇക്കാര്യം വിനയനോട് സംസാരിക്കുകയും ചെയ്തു. അതിനിവൾ സമ്മതിക്കണ്ടേ? ദേവിയെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കും. ഇപ്പോൾ എനിക്ക് ആശ്രയിക്കാൻ കഴിയുന്ന രണ്ടുപേർ ദേവിയും വിനയനുമാണ്. എന്നെ കൈവിടിയരുത്. രാമേട്ടൻ എന്താ പറ്റിയേ? അത് പറ. അയാൾ നോട്ടം മാറ്റി. മോളെ എന്നെ അന്വേഷിച്ച് അത്രയും ദൂരത്ത് വരണമെങ്കിൽ ഇപ്പോൾ രാമേട്ടൻ നേരിടുന്ന പ്രശ്നം ചെറുതല്ലെന്ന് എനിക്കറിയാം. മോളെ അവിടെ കൊണ്ടുവന്നത് മറ്റാരോ ആണെന്നാ പിന്നീട് പ്യൂൺ എന്നോട് പറഞ്ഞത്. ഇന്നോവ കാറിൽ ഒരു ചെറുപ്പക്കാരൻ. ജയരാമന്റെ ഉള്ളു കിടുങ്ങി. മഹേഷ്, ഈശ്വര, അവന്റെ കൂടെ മൃദുല അവളെ അയച്ചല്ലോ. ഒരു പ്രപ്പോസലുമായിട്ടാ രാമേട്ടൻ വന്നതെങ്കിൽ എനിക്കതിന് താല്പര്യമില്ല. ഞാൻ പറഞ്ഞതല്ലേ, ഈ ജന്മം എനിക്കൊരു വിവാഹ ജീവിതം വേണ്ടെന്ന് വെച്ചത് നിരാശ കൊണ്ടൊന്നുമല്ലെന്ന്. എനിക്ക് വേണ്ടിയിട്ട് രാമേട്ടൻ ഒന്നും ചെയ്യണമെന്നില്ല. ഇനി രാമേട്ടൻ മനസ്സിൽ എന്തെങ്കിലും അടക്കി വെച്ചാണ് സംസാരിക്കണതെങ്കിൽ എന്നോട് പറ. രാമേട്ടന് വേണ്ടി എനിക്ക് ചെയ്യാൻ കഴിയണതെന്തും ഞാൻ ചെയ്യും. അവളുടെ കണ്ണുകളിലേക്ക് അയാൾ നോക്കി. സത്യ രാമേട്ട. അയാൾ നടന്നു ചെന്ന് കിണറിന്റെ ഭിത്തിയിലിരുന്നു. അമ്മ അകത്തേക്ക് ചെല്ല്. വീട്ടിൽ എല്ലാവരും രാമേട്ടനെതിരാണല്ലേ? മൃദുലയും കുട്ടിയോളും. അയാൾ മൂളി.
അതിന് രാമേട്ടൻ നാട്ടിലെത്തിയതല്ലേയുള്ളൂ. അയാൾ മുഖമുയർത്തിയപ്പോൾ കണ്ണുകൾ നനഞ്ഞിരിക്കുന്നത് അവൾ കണ്ടു. വെറും കൈയോടെ അല്ലല്ലോ രാമേട്ടൻ മടങ്ങി വന്നത്. മക്കളുടെ പഠിത്തം മുതൽ അവളെ കെട്ടിച്ചു വിടാനുള്ള പണം വരെ സമ്പാദിച്ചല്ലേ. മൃദുലയ്ക്കും അതിനുള്ള കാര്യപ്രാപ്തിയുണ്ട്. പിന്നെന്താ, തൊണ്ട പുഴുത്തവൻ്റെ അവസ്ഥ എൻ്റേത്. പുറത്തുനിന്ന് കാണുന്നവർക്ക് ജയരാമൻ ഭാഗ്യമുള്ളവനാ. പക്ഷേ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. കൂടെയുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിച്ച എൻ്റെ മക്കൾ വരെ. അയാളുടെ സ്വരമിടറി. ആരോടും പറയാനുള്ള കരുത്ത് എനിക്കില്ല. എനിക്കെന്ത് പറ്റിയെന്ന് ചോദിച്ച് പിന്നാലെ നടക്കുന്ന വിനയനോട് പോലും ഞാനിത് പറഞ്ഞില്ല. നെഞ്ചിൽ കൊണ്ട് നടക്കുക ഞാൻ ഈ തീക്കടൽ. അയാൾ അവളുടെ മുഖത്തേക്ക് നോക്കി. സമ്പാദ്യമെന്ന് പറയാൻ എൻ്റെ അക്കൗണ്ടിൽ ഒന്നുമില്ല. മനുഷ്യർ സ്വാർത്ഥരായി പോകാറുണ്ട്. ഞാനും സ്വാർത്ഥനായിരുന്നു. എൻ്റെ സ്വാർത്ഥത ഭാര്യയും മക്കളുമായിരുന്നു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കണ്ടപ്പോൾ അവളുടെ ഉള്ളുരുകിപ്പോയി. സമ്പാദ്യമെല്ലാം ഞാൻ മൃദുലയുടെ പേരിൽ അയച്ചു. വീട് പണിയാൻ ഒരു പറമ്പ് വാങ്ങാൻ തീരുമാനിച്ചത് മുതൽ തുടങ്ങിയതാ അത്. പറമ്പ് അവളുടെ പേരിൽ വാങ്ങാൻ ആവശ്യപ്പെട്ടത് ഞാനാ. അതിൽ അവൾ ഒരു വീട് വെച്ചു. മോളുടെ പഠിപ്പായി പിന്നീട്. അവൾക്ക് മെഡിസിന് ഒരു സീറ്റിനു വേണ്ടി രാവും പകലും അധ്വാനിച്ച് കിട്ടുന്ന പണമൊക്കെ മൃദുലയുടെ അക്കൗണ്ടിലേക്ക് പോയി. വരണ്ട ചിരി ദേവി പാർവതിയുടെ ചുണ്ടിലുണ്ടായി. ഇപ്പോൾ രാമേട്ടനെ അവൾക്ക് വേണ്ട. ഗൾഫിൽ നിന്നപ്പോൾ രാമേട്ടൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അതങ്ങനെയാണ് രാമേട്ട. പണത്തിൻ്റെ ഒഴുക്ക് നിലയ്ക്കുമ്പോൾ വേണ്ടപ്പെട്ടവർക്ക് നമ്മൾ വെറും ചണ്ടിയാവും. പക്ഷേ രാമേട്ടനെ ചേർത്ത് പറയാനുള്ള കാരണമാ മനസ്സിലാവാത്തത്. ഒരു പിടിവള്ളി മൃദുലയ്ക്കിപ്പോൾ വേണം. അവൾ അതിന് കാത്തിരുന്നപ്പോഴാ ഞാൻ ദേവിയെ കാണാൻ വന്ന വിവരം അറിയുന്നത്. അതിൽ പിടിച്ച് അവൾ പടച്ചുണ്ടാക്കിയ കഥകളാ അമ്മുനെ അപായപ്പെടുത്തിയത് ദേവിയാണെന്ന് വരെ. അതെനിക്ക് കിട്ടിയ പ്രഹരമായി പോയി. മക്കൾ ഇപ്പോൾ അച്ഛനെ വെറുക്കുന്നത് ആ ഒറ്റ കാര്യത്തിലാ. രാമേട്ടനെ ഒഴിവാക്കി മൃദുലയ്ക്ക് എന്ത് നേട്ടമാ ഉണ്ടാവാൻ പോണേ? കുട്ടികൾക്ക് അച്ഛൻ വേണ്ടേ? അവൾക്ക് കുട്ടികളെയും വേണ്ടെങ്കിലോ? ഞെട്ടലോടെ ദേവി പാർവതി ജയരാമനെ നോക്കി. ഇനി ഞാൻ പറയുന്നത് കേട്ടാൽ അറയ്ക്കുന്ന പച്ചയായ കഥയാ. ഞാനല്ലാതെ രണ്ടാമതൊരാൾ അറിയരുതെന്ന് കരുതിയ ചില സത്യങ്ങൾ പുറം ലോകം അറിയാതെ അത് കുഴിച്ചു മൂടാനാ ഞാൻ നിശ്ചയിച്ചു കഴിഞ്ഞത്. അയാൾ നിശബ്ദനായി. ഒരു നടുക്കം ദേവി പാർവതിയെ പ്രകമ്പനം കൊള്ളിച്ചു. മൃദുലയ്ക്ക് ആരോടെങ്കിലും അയാൾ തലയാട്ടി. അതാ മറ്റാരുമല്ല, മകളെ കെട്ടിച്ചു കൊടുക്കാമെന്ന് വാക്കു പറഞ്ഞവനുമായി. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. രാമേട്ടന്റെ തോന്നലാ. മഹി അങ്ങനെയൊരാളല്ല. അയാൾ വെറുപ്പോടെ ചിരിച്ചു. ചതിയുടെ മുഖം സുന്ദരമായിരിക്കും. എന്ത് പ്രതിസന്ധി വന്നാലും മുഖത്ത് ചിരിയുമായി അവർ നിൽക്കും. മനസ്സുകൊണ്ട് പലതും വെട്ടുകയും ചെയ്യും. അവസരം നോക്കി കൂടെയുള്ള പാവങ്ങളെ മുൻനിർത്തി കളിക്കും. അങ്ങനെ ഒരുത്തനെയെ ഞാൻ പാല് കൊടുത്ത് കൂടെ നിർത്തിയത്. നാട്ടിലെത്തിയ ദിവസം തന്നെ അവനും അവളും തമ്മിലുള്ള സംസാരം ഞാൻ കേട്ടു. അവന്റെ കൂടെ ഇറങ്ങിപ്പോകാൻ തയ്യാറെടുത്ത് നിൽക്കുക അവൾ. ഭൂമി തകിടം മറിയുന്നത് പോലെ ദേവി പാർവതിക്ക് തോന്നി. ഇങ്ങനെയൊരു വിധിയാണോ രാമേട്ടന് ദൈവം കരുതി വെച്ചിരുന്നത്? 60 ലക്ഷത്തോളം രൂപയുണ്ടായിരുന്ന അവളുടെ പാസ്ബുക്കിൽ ഞാനിപ്പോൾ കണ്ടത് 26 ലക്ഷമാ. അതിൽ തന്നെ എത്ര രൂപ വീണ്ടും പിൻവലിച്ചെന്നറിയില്ല. ആ പണം കൊണ്ടാണ് അവൻ പരസ്യ കമ്പനി തുടങ്ങിയതും കാറ് വാങ്ങിയതും. അവൾ അവനോടൊപ്പം പോയാൽ തൻ്റെ 3 കോടിക്ക് അടുത്ത് വില വരുന്ന വീടും പറമ്പും കൂടി നഷ്ടപ്പെടും. ഈശ്വര, അമ്മുനെ അപായപ്പെടുത്തിയത് അവനും അവളും ചേർന്ന് പുറത്തുനിന്ന് ആളെ വരുത്തിയ. പിഴച്ചുപോയ എൻ്റെ ശ്രമത്തിന് കിട്ടിയ തിരിച്ചടിയായിരുന്നു അത്. സ്വന്തം സുഖത്തിനു വേണ്ടി മകളുടെ ജീവനെടുക്കാൻ കൂട്ടുനിന്ന ഒരമ്മ. അവളെ എൻ്റെ മക്കൾ ഇപ്പോഴും സ്നേഹിക്കുന്നത്. അമ്മയെന്ന് അവർ തീർത്തു പറയില്ല. രാമേട്ടൻ അതൊക്കെ മനസ്സിലാക്കിയെന്ന് അവൾക്കറിയോ? ഇല്ല, എന്നെ ഇപ്പോഴും വിഡ്ഢിവേഷം കെട്ടിച്ച് മുന്നോട്ട് പോവുകയ രണ്ടാളും. ഞാൻ അറിഞ്ഞെന്ന് നേരിയൊരു സൂചന കിട്ടിയ രണ്ടുപേരും മുങ്ങും. ഇത്രയൊക്കെ ആയ നിലയ്ക്ക് മൃദുല അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയാൽ രാമേട്ടൻ ഒന്നും ചെയ്യാനാവില്ല. സ്വത്തിൽ തന്നെയാണ് മഹി കണ്ണുവെച്ചിരിക്കുന്നത്. 1 ഉറുപ്പിയ വരുമാനം ഇല്ലാത്ത മഹി ഇന്ന് ഈ നിലയിലെത്തിയത് രാമേട്ടൻ അധ്വാനിച്ചുണ്ടാക്കിയ മുതലുകൊണ്ടാ. അവൻ മൃദുലയെ വിടില്ല. അപമാനവും നാണക്കേടും ഭയന്ന് മൃദുല അവൻ്റെ ഒപ്പം പോകാതിരുന്നാലും അവളെ പുറത്തു ചാടിക്കാനുള്ള ട്രാപ്പ് അവൻ ഒരുക്കി വെച്ചിട്ടുണ്ടാവും. മൃദുലയ്ക്ക് അവൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. പല സ്ത്രീകളും മനസ്സിലാക്കാണ്ട് പോണത് അതാ. നഷ്ടം പെണ്ണിനേയുള്ളൂ. എനിക്കതേപ്പറ്റി നല്ല ബോധ്യമുണ്ട്. അവളുടെ വീഡിയോയും പല ചിത്രങ്ങളും അവൻ്റെ കയ്യിലുണ്ടാവും. 26 ലക്ഷം രൂപയാ മൃദുലയുടെ അക്കൗണ്ടിലുള്ളത്. അതെത്രയും പെട്ടെന്ന് രാമേട്ടൻ ബ്ലോക്ക് ചെയ്യണം.
അതിൽ നിന്ന് 1 രൂപ പോലും നഷ്ടപ്പെട്ടു പോകരുത്. എത്രയും പെട്ടെന്ന് രാമേട്ടൻ ബാങ്കിലേക്ക് പോകണം. ഞാനത്ര മണ്ടനാണെന്നാണോ ദേവി കരുതുന്നത്? ബാങ്ക് വഴി ഞാൻ എന്തെങ്കിലും ചെയ്താൽ അവൾ അറിയും. പിന്നൊന്നും അവൾ നോക്കില്ല. അവൻ്റെ കൂടെ പോകും. വീടും പറമ്പും നഷ്ടമാകും. എങ്കിൽ ഇനി ഒരു വഴിയേയുള്ളൂ. കുട്ടിയോൾ വിവരമറിയണം. അയാൾ ദേവി പാർവതിയുടെ നേരെ മുഖം തിരിച്ചു. അമൃത പ്രായപൂർത്തിയായ കുട്ടിയാ. ഇന്നത്തെ കാലത്ത് ഇത്തരം കാര്യങ്ങൾ മക്കളിൽ നിന്ന് മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. അവരെ കൂടി പങ്കെടുപ്പിച്ചു വേണം കുടുംബത്തിലൊരു പ്രശ്നമുണ്ടായാൽ പരിഹരിക്കാൻ. എല്ലാം മനസ്സിലടക്കി വെച്ച് ഇനി മുന്നോട്ട് പോകരുത്. ഞാനത് ചിന്തിക്കാതിരുന്നില്ല. പക്ഷേ അവൾ നിഷേധിച്ചാൽ എൻ്റെ ശ്രമം പരാജയപ്പെടില്ലേ? ഇപ്പോൾ വിശ്വാസവഞ്ചന കാണിച്ചിരിക്കുന്നത് ഞാനാണെന്ന മക്കൾക്ക് വിശ്വസിച്ചിരിക്കുന്നത്. മഹിയെ ചേർത്ത് ഞാൻ അപവാദം പറയുന്നതാണെന്ന് കുട്ടികൾ കരുതും. അവരുടെ മുന്നിൽ അവൾ നന്നായി അഭിനയിക്കുന്നുണ്ട്. എൻ്റെ കൂട്ടത്തിലുള്ള ആർക്കും അവളെ സ്വാധീനിക്കാനും കഴിയില്ല. മൃദുലയും മഹിയും തമ്മിൽ ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ ഒരു തെളിവും എൻ്റെ കയ്യിലില്ല. അയാൾ നിസ്സഹായനായി. അക്കൗണ്ടിലെ പണത്തെപ്പറ്റി പറഞ്ഞാലും അത് ഏൽക്കാൻ പോകുന്നില്ല. ഇപ്പോൾ മൃദുല ശ്രമിക്കുന്നത് എന്നെ ഗൾഫിലേക്ക് മടക്കി അയക്കാനാണ്. പിന്നെന്ത് ചെയ്യും രാമേട്ടാ? അയാൾ എഴുന്നേറ്റു. പോയ പണം പോട്ടേന്ന് വെക്കും. പക്ഷേ അതുകൊണ്ട് അവനോ അവളോ സുഖിക്കില്ല. ഇപ്പോൾ ഞാൻ വില കൽപ്പിക്കുന്നത് എൻ്റെ വീടിനും പറമ്പിനുമാ. അതെനിക്ക് തിരിച്ചു പിടിക്കണം. മൃദുല എഴുതി തരണ്ടേ? അവൾ ജീവിച്ചിരുന്നാലല്ലേ അവൾ അതിന് ഉടമയാകുന്നുള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ അതെൻ്റെ മക്കൾക്കുള്ളതല്ലേ? ജയരാമൻ ക്രൂരമായി ചിരിച്ചു. രാമേട്ടാ, ദേവി പാർവതി പകച്ചു. അവളെ മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ നുഴഞ്ഞു കയറിയ അവനെയും ഞാൻ കൊല്ലും. ഞാനത് എന്നേ നിശ്ചയിച്ചു കഴിഞ്ഞു. ദേവി പാർവതി നടുക്കം കൊണ്ടു. ഞാൻ ജയിലിൽ പോയാൽ എൻ്റെ കുട്ടികൾക്ക് ആരുമില്ലാതാവും. എൻ്റെ മുന്നിലുള്ളത് ദേവിയും വിനയനുമാ. വിനയനും കുട്ടികൾ ഉണ്ടാവില്ലെന്നാ കേൾക്കുന്നത്. അവന് മാത്രമായി എൻ്റെ കുട്ടികളുടെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കാനാവില്ല. എന്തൊക്കെ പറഞ്ഞാലും വിനയൻ അന്യനാണ്. പിന്നെയുള്ളത് ദേവിയാ. ദേവി പാർവതിയുടെ മനസ്സ് വിറച്ചു. ദേവിയെ സ്വീകരിക്കാൻ വിനയൻ തയ്യാറാ. ദേവിക്ക് കൂടി അങ്ങനെയൊരു മനസ്സുണ്ടായാൽ എൻ്റെ മക്കൾക്ക് ഒന്നും നഷ്ടപ്പെടില്ല. ഇനിയും ഞാൻ കൂടുതൽ വിശദീകരിക്കണോ? എൻ്റെ കുട്ടികളുടെ മനസ്സിലെ തെറ്റിദ്ധാരണ മാറ്റാൻ വിനയന് കഴിയും. നിങ്ങളുടെ വിവാഹത്തോടെ അച്ഛനെപ്പറ്റി കേട്ടതൊക്കെ അമ്മയുണ്ടാക്കിയ അപവാദ കഥകളാണെന്ന് അവർ തിരിച്ചറിയും. എൻ്റെ കുട്ടികളെ സ്വന്തം മക്കളായി കാണാൻ ദേവിക്ക് കഴിയുമെങ്കിൽ എൻ്റെ അപേക്ഷ ദേവി കൈക്കൊള്ളണം. അവൾ ശിലയായി നിന്നു. അയാൾ തൂവിപ്പോയ കണ്ണുകൾ വേഗം തുടച്ചു. ഇതെൻ്റെ സ്വാർത്ഥത ആണെന്ന് എനിക്കറിയാം. ഒരിക്കൽ മൃദുലയെ കണ്ട് മോഹിച്ചപ്പോഴും ഞാൻ ദേവിയെ ബലിയാടാക്കി. ഇപ്പോൾ എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയും. ദേവി പാർവതി മെല്ലെ വിതുമ്പിക്കരഞ്ഞു. രാമേട്ടാ, രാമേട്ടൻ്റെ കുട്ടികളെ സ്വന്തം മക്കളായി കാണാനുള്ള മനസ്സ് എനിക്കുണ്ടാവില്ലെന്നാണോ കരുതിയേ? പെറ്റമ്മയേക്കാൾ അവരെ സ്നേഹിക്കാൻ എനിക്ക് കഴിയും. പക്ഷേ രാമേട്ടനെ ഒരു കൊലപാതകയായി കാണാൻ എനിക്ക് കഴിയില്ല. ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറണം. കാര്യങ്ങൾ അമൃതയെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ രാമേട്ടന് കഴിയും. അവൾ ശക്തമായ നിലപാടെടുത്താൽ മൃദുലയ്ക്ക് ഇറങ്ങിപ്പോകാൻ പറ്റില്ല. അവൾക്ക് വേണ്ടി ആലോചിച്ച പയ്യനാ മഹി. അമ്മയുടെ കൂടെ ഞാനും വരുമെന്ന് പറഞ്ഞ മൃദുല എന്തു ചെയ്യും? മഹി പല ഭീഷണിയുമായി വരും. പക്ഷേ മൃദുലയുമായുള്ള വഴിവിട്ട ബന്ധം പുറത്തു പറയാൻ അവൻ ധൈര്യം കാണിക്കില്ല. ഭീഷണി മുഴുവൻ മൃദുലയോടാവും. ആണും പെണ്ണും കെട്ടവനായി ഞാൻ ജീവിക്കണമെന്നാണോ ദേവി പറഞ്ഞു വരുന്നത്? സഹതാപത്തോടെ നിങ്ങൾക്ക് എന്നെ കാണാം. കുട്ടികളുടെ ഭാവിയല്ലേ രാമേട്ടന് വലുത്? അച്ഛൻ കൊലപാതകിയാണെന്ന് പുറം ലോകം അറിഞ്ഞാൽ പിന്നെ അവർക്ക് എന്തു ഭാവിയാ ഉള്ളത്? മക്കളെ ഉദ്ദേശിച്ചല്ലേ പല ബന്ധങ്ങളും തുടർന്നു പോകുന്നത്. പല ഭാര്യമാർക്കും പരപുരുഷ ബന്ധമുണ്ടാവാം. തിരിച്ചും സംഭവിക്കും. ഒരാൾക്ക് മറ്റൊരാളെ വേണ്ടെന്ന് വെച്ചാൽ തീരാവുന്ന പ്രശ്നമേയുള്ളൂ. ലോകം ഒരുപാട് മാറിയത് എനിക്കും അറിയാം. പക്ഷേ ഇവിടെ സംഭവിച്ചത് അതാണോ? ഒരു പുരുഷായുസിലെ ഏറ്റവും നല്ല സമയം ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ഹോമിച്ചു കളഞ്ഞവൻ ഞാൻ. അവിടെ വന്ന് ദൂർത്തടിച്ച് ജീവിക്കുന്നവരുമുണ്ട്. സ്ത്രീ സുഖം തേടി പോകുന്നവരുമുണ്ട്. ഒരിക്കലും എൻ്റെ മനസ്സ് ചാഞ്ചാടിയിട്ടില്ല. 20 വർഷം ഞാൻ കഠിനമായി അധ്വാനിച്ചുണ്ടാക്കിയ എൻ്റെ സമ്പാദ്യം, എൻ്റെ ജീവിതം, അതൊക്കെയല്ലേ എനിക്ക് നഷ്ടപ്പെട്ടത്. പിന്നെ ആണാണെന്ന് പറഞ്ഞ് ഞാൻ എന്തിനു ജീവിക്കണം? ജയരാമൻ്റെ ഒച്ച അടഞ്ഞുപോയി. കരഞ്ഞു പോകാതിരിക്കാൻ അയാൾ ഏറെ പാടുപെട്ടു. എനിക്കതിന് പറ്റില്ല. അവളുടെ ശരീരം വേണ്ടെന്ന് വെച്ചാൽ തീരുന്നതല്ല എൻ്റെ പ്രശ്നം. ഞാനായതുകൊണ്ട് മാത്രമാ ഭ്രാന്ത് പിടിക്കാതെ നിൽക്കുന്നത്. രാമേട്ടാ, അവൾ കേണു. വിനയനോട് പോലും ഞാനിത് പറയാത്തത് ഉപദേശം കേൾക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടാ.
അവരുടെ ഉപദേശത്തിനും എൻ്റെ മനസ്സിൽ കത്തുന്ന തീ കെടുത്താൻ കഴിയില്ല. അതറിയണമെങ്കിൽ ജയരാമൻ്റെ അനുഭവം ഉണ്ടാവണം. ഈ ജന്മം എനിക്ക് അല്പം സ്വസ്ഥത കിട്ടണമെങ്കിൽ അവനെയും അവളെയും കൊല്ലണം. അത് സംഭവിക്കുന്നതുവരെ ദേവിയുടെ മനസ്സിൽ നിന്ന് ഞാൻ പറഞ്ഞത് പുറത്തു പോകരുത്. ദേവി പാർവതി ശബ്ദിച്ചില്ല. ഞാൻ പോവുകയാണ്. ഒരല്പം കരുണ തോന്നിയാൽ എൻ്റെ യാചന നിരസിക്കരുത്. അയാൾ മുന്നോട്ട് നടന്നു. പിൻവിളിക്കാനായി അവൾ കൈ ഉയർത്തിയെങ്കിലും ശബ്ദം പുറത്തു വന്നില്ല. കരഞ്ഞുകൊണ്ട് അവൾ പിന്നാമ്പുറത്തേക്ക് ഓടിപ്പോയി. ജയരാമൻ പടിപ്പുരയുടെ നേരെ ചെന്നതും വശത്തെയും പടിവാതിലിൽ പിടിച്ച് വഴി തടഞ്ഞ് ജ്വലിക്കുന്ന കണ്ണുകളുമായി ഭദ്രൻ നിൽപ്പുണ്ടായിരുന്നു. ഒന്നറച്ചിട്ട് ജയരാമൻ മുന്നോട്ട് നടന്നു. നീ വന്നല്ലേടാ. നിന്റെ ചോര വീഴേണ്ടത് ഈ കൊച്ചുപുരയ്ക്കൽ വീടിന്റെ നടുമുറ്റത്താ. നിന്നെ ശപിച്ച് നെഞ്ചുപൊട്ടി മരിച്ച ഒരച്ഛൻ്റെ ശവം കിടത്തിയ ഈ മുറ്റത്ത് ഭദ്രൻ അത് ചെയ്യുക. ഭദ്രൻ ഒന്നുയർന്ന് ജയരാമന്റെ നെഞ്ചിൽ തൊഴിച്ചു. മുറ്റത്തേക്ക് ജയരാമൻ മലർന്നടിച്ചു വീണു. നിലത്ത് കൈകുത്തി ജയരാമൻ എഴുന്നേറ്റപ്പോൾ ഭദ്രൻ നടന്നെടുത്തു. കയ്യിലുണ്ടായിരുന്ന കത്തി അയാൾ കൈത്തണ്ടയുടെ പിന്നിൽ ചേർത്ത് പിടിച്ചിരുന്നു. അടുത്തു വന്ന് ഭദ്രൻ വെറ്റിലക്കറ പിടിച്ച പല്ല് കാട്ടി കൊലച്ചിരി ചിരിച്ചു. നിന്റെ മനസ്സ ഭദ്ര, എനിക്കും കൊല്ലണം. ഒന്നല്ല 2 പേരെ. എന്റെ ചോര നീ ഈ വീട്ടുമുറ്റത്ത് വീഴ്ത്തിക്കോ. അതിന് വിരലിൽ എണ്ണാവുന്ന സമയം നീ എനിക്ക് താ. ഞാൻ വന്ന് നിന്ന് തരാം. ജീവിക്കണമെന്ന മോഹമൊന്നും എനിക്കില്ല. കൊലക്കയറിനേക്കാൾ ഭേദം നിന്റെ കൈകൾ കൊണ്ടുള്ള മരണമാ. അതൊരു പ്രായശ്ചിത്തമാവുമെങ്കിൽ ആയിക്കോട്ടെ, സൗമ്യമായി ജയരാമൻ പറഞ്ഞു. ഭദ്രൻ അയാളെ ചുഴിഞ്ഞു നോക്കി. പക്ഷേ ഇപ്പോൾ എനിക്ക് പോയേ തീരൂ. നീ വഴിമാറ്. മരണഭയം കൊണ്ടല്ല ഞാനിത് പറയുന്നത്. നിനക്കെന്താടാ ആശാരിപ്പറമ്പിൽ ലീലാവതിയുടെ മോളോടൊപ്പമുള്ള ജീവിതം മടുത്തോ? എന്തൊക്കെയോ ഊഹിച്ചതുപോലെ ഭദ്രൻ ചിരിച്ചു. എനിക്കതറിയാമെടാ. അവളെ വീട്ടിലിരുത്തി പൈസയുണ്ടാക്കാൻ പോയപ്പോഴേ ഞാനിത് ഊഹിച്ചതാ. നിന്റെ കൈപ്പിടിയിൽ അവൾ നിൽക്കില്ലാന്ന്. പെണ്ണിന് ചന്തം കൂടിയ പിന്നാലെ നടക്കാൻ ആളുമുണ്ടാവും. നിനക്കത് തന്നെ വേണമെടാ. എന്റെ പെങ്ങളുടെ കണ്ണീരിന്റെ വിലയാ നീ അനുഭവിക്കണത്. മോനെ ഭദ്ര, അവനെ ഒന്നും ചെയ്യരുത്. ഭാരതിയമ്മ ഭയാക്രാന്തിയായി ഓടി വന്നു. ദേവിക്കൊരു നല്ല ആലോചനയുമായിട്ട് അവൻ വന്നത്. നീ കരുതുന്ന പോലൊന്നുമില്ല. പൂമുഖ കോലായിൽ ദേവി പാർവതിയും എത്തിയിരുന്നു. മുന്നോട്ട് ചലിക്കാനാവാതെ അവൾ കിടുകിടുത്തു. അവൾക്ക് ഭർത്താവിനെ ഉണ്ടാക്കി കൊടുക്കാൻ ഇവനാരാ? ഇവനെ ഞാൻ ജീവനോടെ വിടില്ല. ജയരാമൻ വഴിമാറി നടന്നതും ഭദ്രൻ അയാളുടെ കഴുത്തിന് നേരെ കത്തി വീശി. ദേവി പാർവതി നിലവിളിയോടെ മുറ്റത്ത് ചാടി. ജയരാമൻ പിന്നോട്ട് മാറി ഭദ്രന്റെ കയ്യിൽ പിടിച്ചു. പിടിവിടാതെ ഭദ്രനെ ചുഴറ്റി മുറ്റത്തേക്ക് വിട്ടു. ചെടികൾക്കിടയിൽ ഭദ്രൻ ചെന്ന് വീണു. ജയരാമൻ പിന്നെ അവിടെ നിന്നില്ല. പടിപ്പുര താണ്ടി ബൈക്കിൽ കയറി അയാൾ ഓടിച്ചുപോയി. സഞ്ജു ചായ കുടിച്ചില്ല, അമൃത ഓർമ്മപ്പെടുത്തി. സഞ്ജു ചെറുചിരിയോടെ ചായക്കപ്പ് കയ്യിലെടുത്തു. മുറിയിൽ അവനും അവളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 10 മണി കഴിഞ്ഞപ്പോൾ 3 ഫ്രണ്ട്സിന്റെ കൂടെ അവൻ അവളെ കാണാൻ വന്നതായിരുന്നു. അങ്കിൾ ഇപ്പോഴെങ്ങാനും വരുമോ? ചായ അല്പം കുടിച്ചിട്ട് ജാളിതയോടെ സഞ്ജു ചോദിച്ചു. അറിയില്ല. അച്ഛൻ വന്നാലെന്താ? സഞ്ജു തനിച്ചല്ലല്ലോ ഇങ്ങോട്ട് വന്നത്. അവൾ ചിരിച്ചു. നമ്മൾ മാത്രം ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് അമ്മുവിന്റെ അമ്മ തെറ്റിദ്ധരിച്ചാലോ? തെറ്റിദ്ധരിക്കുന്നെങ്കിൽ തന്നെ അത് സത്യമല്ലേ? എന്റെ അമ്മ പാവ. സംസാരിച്ചപ്പോൾ തന്നെ സഞ്ജുവിനത് മനസ്സിലായില്ലേ? അവൻ മൂളി. ഞാൻ എൻ്റെ അമ്മയുടെ കാര്യം ഓർത്തുപോയി. എല്ലാത്തിനും അമ്മയുടെ ഒരു കണ്ണുണ്ടാവും. അച്ഛൻ ഒന്നിലും ഇടപെടില്ല. അമ്മുവിൻ്റെ അച്ഛനെ എനിക്കിഷ്ടപ്പെട്ടു. സ്നേഹത്തോടെ എന്നോട് സംസാരിച്ചത്. അച്ഛനെ പുകഴ്ത്തി പറഞ്ഞത് അവൾ കേട്ടില്ലെന്ന് നടിച്ചു. സഞ്ജു ആൺകുട്ടിയല്ലേ? പെൺകുട്ടിയാണെങ്കിൽ സമ്മതിക്കാം. ഇക്കണക്കിന് നമ്മുടെ കാര്യം വരുമ്പോൾ അമ്മ എങ്ങനെ പ്രതികരിക്കും? ഏയ്, അതൊരു വിഷയമേ അല്ല. പഠിപ്പിൻ്റെ കാര്യത്തിലേ അമ്മയ്ക്ക് നിർബന്ധമുള്ളൂ. പഠിപ്പിൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എൻട്രൻസ് എഴുതണം, അത്ര തന്നെ. മെഡിസിന് പഠിക്കുക എന്നത് എൻ്റെ സ്വപ്നം മാത്രമായി തീരും. അമ്മ എന്തിനാ ഇങ്ങനെ നിരാശപ്പെടുന്നത്? കുറച്ച് സമയം ക്ലാസ്സിന് വരാൻ പറ്റില്ലെന്നല്ലേ ഉള്ളൂ. നോട്ട്സ് എല്ലാം കൃത്യമായി തനിക്ക് കിട്ടില്ലേ? ഒരു കണക്കിന് വീട്ടിലിരുന്ന് പഠിക്കുന്നതാണ് നല്ലത്. ഒരു കൈക്കല്ലേ ബുദ്ധിമുട്ടുള്ളൂ. ഈ സമയം താൻ നന്നായി പ്രയോജനപ്പെടുത്തണം. അവൾ മറുപടി പറഞ്ഞില്ല. വീട്ടിലെ കഥകൾ എങ്ങനെ അവനോട് പറയും? അച്ഛൻ ഏത് നിമിഷവും മറ്റൊരു സ്ത്രീക്കൊപ്പം ജീവിതം തുടങ്ങും. എന്തിനാ താൻ കരയുന്നത്? ഏയ്, ഇത്രയുള്ളോ താൻ? ഞാൻ കരുതിയത് താൻ ബോൾഡാണെന്നാ. അവൻ കളിയാക്കി ചിരിച്ചു. എനിക്ക് മെഡിസിന് ചേരാൻ കഴിയാതെ വന്നാൽ സഞ്ജു എന്നെ മറന്നേക്കണം. എന്തിനാ അമ്മു ഇങ്ങനെയൊക്കെ പറയുന്നത്? അതിന് മാത്രം എന്താ ഇപ്പോൾ സംഭവിച്ചത്? എക്സാമിന് ഇനിയും സമയമുണ്ട്. മെറിറ്റിൽ കിട്ടിയില്ലെങ്കിൽ പേയ്മെന്റ് സീറ്റിൽ അഡ്മിഷൻ വാങ്ങാൻ കഴിയുമെന്ന്
അമ്മു തന്നെയല്ലേ പറഞ്ഞത്? പറഞ്ഞത് ശരിയാ. പക്ഷേ ജോലി കളഞ്ഞ് അച്ഛൻ നാട്ടിലേക്ക് പോകുന്നില്ലേ? ഇവിടെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനാ അച്ഛൻ ആലോചിക്കുന്നത്. അങ്ങനെ വന്നാൽ അതിന് പണം വേണ്ടേ? നിങ്ങളെപ്പോലെ വലിയ സാമ്പത്തികമൊന്നും ഞങ്ങൾക്കില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അമ്മുവിൻ്റെ അച്ഛൻ ആ പണത്തിൽ കൈവയ്ക്കില്ല. ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ സംഭവിച്ചാൽ എന്നെ ഓർത്ത് സഞ്ജു തെല്ലും വിഷമിക്കരുത്. സഞ്ജു ഒരു ഡോക്ടറായാൽ ചേരുന്നത് മറ്റൊരു ഡോക്ടറാ. ആർക്കറിയാം അങ്ങനെ ഒരാൾ എവിടെ ഇരിപ്പുണ്ടെന്ന്. ഇങ്ങനെയൊക്കെയാണ് സംസാരമെങ്കിൽ ഞാനിനി ഇങ്ങോട്ട് വരില്ല. അവൻ്റെ മുഖത്ത് വിഷമം പ്രതിഫലിച്ചു. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും പോലൊന്നുമല്ല ലോകം. നാളെ ആർക്ക് എന്ത് സംഭവിക്കുമെന്ന് ഇപ്പോഴേ പറയാനും കഴിയില്ല. എൻ്റെ മനസ്സ് അതിനൊക്കെ പാകപ്പെട്ട് കഴിഞ്ഞു. ഒന്നിനെയും നമ്മൾ അമിതമായി വിശ്വസിക്കാൻ പാടില്ല. നീ എന്തിനാ ഫിലോസഫി പറയുന്നത്? എനിക്ക് നിന്നെ അറിയാം, നിനക്കെന്നെയും. പിന്നെ നമുക്കിടയിൽ എന്തുണ്ടാവാനാ? അവന് മുഷിച്ചിലുണ്ടായി. അവൾ തൂവിപ്പോയ കണ്ണുകൾ തുടച്ചു. നമ്മൾ സ്നേഹിച്ചത് മനസ്സുകൊണ്ടാണെന്നാ ഞാൻ വിശ്വസിക്കുന്നത്. ഒരാക്സിഡന്റ് ഉണ്ടായെന്ന് കരുതി മനുഷ്യൻ ഇങ്ങനെയും നിരാശനാവുമോ? എല്ലാം അവനോട് പറയാൻ ഒരു വെമ്പൽ അവളുടെ മനസ്സിലുണ്ടായി. അമ്മു ഒരു ഡോക്ടറാവുമെന്ന് മോഹിച്ചിട്ടൊന്നുമല്ല ഞാൻ തന്നോട് അടുത്തത്. അമ്മു മെഡിസിന് ചേർന്നില്ലെങ്കിലും എനിക്കൊരു വിഷയമേ അല്ല. നിന്റെ സ്നേഹം മരണം വരെ എനിക്ക് വേണം. അവൾ വിങ്ങിക്കരഞ്ഞു. അവൻ പരിഭ്രമിച്ചു പോയി. നീ ഒന്ന് കണ്ണു തുടക്കി. അവൾ മുഖം അമർത്തി തുടച്ചു. നീ ഇപ്പോൾ പഴയ അമ്മുവേ അല്ല. നിന്റെ മനസ്സിന് എന്തോ പറ്റിയിട്ടുണ്ട്. ചിരിക്കാൻ ശ്രമിച്ചിട്ട് അവൾക്കതിന് കഴിയാതെയായി. വാതിൽ കടന്ന് മിനിമോൾ അകത്തേക്ക് വന്നു. ഇതുവരെ കഴിഞ്ഞില്ലേടാ നിന്റെ ആശ്വസിപ്പിക്കൽ? എനിക്ക് ക്ലാസ്സിൽ കയറാനുള്ളതാ. സഞ്ജു കസേരയിൽ നിന്ന് എഴുന്നേറ്റു. അച്ഛൻ വരുന്നതിന് മുമ്പ് അവരെ പറഞ്ഞു വിടുന്നതാണ് നല്ലതെന്ന് അമൃതയ്ക്കും തോന്നി. കട്ടിലിൽ നിന്ന് അവൾ താഴെ ഇറങ്ങി. എന്നാൽ നിങ്ങൾ ചെല്ല്. എല്ലാവരും സിറ്റൗട്ടിൽ വന്നപ്പോൾ മൃദുലയും അവിടേക്ക് വന്നു. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ അമ്മേ? മിനിമോൾ മൃദുലയോട് യാത്ര ചോദിച്ചു. സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ ഇങ്ങോട്ട് വരൂ. മൃദുല ചിരിയോടെ ക്ഷണിച്ചു. വരാം അമ്മേ. വരാതിരിക്കാൻ പറ്റില്ലല്ലോ. അമൃതയെ നോക്കി അർത്ഥവത്തായി മിനിമോൾ ചിരിച്ചു. പുഞ്ചിരിയോടെ സഞ്ജു മുറ്റത്തേക്കിറങ്ങി. അവൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറുന്നത് മൃദുല ശ്രദ്ധിച്ചു. അവൾക്ക് നേരെ കൈവീശിയിട്ട് മറ്റുള്ളവരും കയറി. കാർ പുറത്തേക്ക് പോയി. അതൊരു സ്വിഫ്റ്റ് വണ്ടിയായിരുന്നു. അച്ഛൻ വരുന്നതിന് മുമ്പ് അവരൊന്ന് പോകാൻ പ്രാർത്ഥിച്ചതാ ഞാൻ. അമൃത ആശ്വസിച്ചു. സഞ്ജുവിൻ്റെ വണ്ടിയാണോ അത്? അതെ. നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണല്ലേ? മൃദുലയുടെ വെട്ടി തുറന്നുള്ള ചോദ്യം കേട്ട് അമൃത പകച്ചുപോയി. അമ്മ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? മൃദുല മധുരമായി ചിരിച്ചു. നീ പരിഭ്രമിക്കുകയൊന്നും വേണ്ട. നിന്റെ പ്രായമൊക്കെ കഴിഞ്ഞല്ലേ മോളെ ഞാൻ വന്നത്. പെൺമക്കളുടെ മനസ്സറിയാൻ അമ്മമാർക്ക് കഴിയും. നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി. അവൾ മുഖം കുനിച്ചു. എനിക്ക് അവനെ നന്നായി ഇഷ്ടപ്പെട്ടു. നിന്നെ വിവാഹം ചെയ്യാനുള്ള മനസ്സ് അവനുണ്ടോ? അവൾ മൂളി. അമ്മ നിന്റെ കൂടെയുണ്ടാവും. മഹിയുമായിട്ടുള്ള വിവാഹത്തിന് നീ താല്പര്യം കാട്ടാതിരുന്നത് ഇതുകൊണ്ടായിരുന്നല്ലേ? എന്നിട്ട് നീ എന്നോട് ഇക്കാര്യം പറയാതിരുന്നല്ലോ. ഞാനൊരാളെ സ്നേഹിക്കുന്ന വിവരം അച്ഛനറിയാം. വിനയൻ അങ്കിളിനോട് ഞാൻ അക്കാര്യം പറഞ്ഞിരുന്നു. അച്ഛനെ അറിയിക്കാനാ അത് ചെയ്തത്. വിനയൻ അങ്കിൾ പറഞ്ഞിട്ടും അത് ചെവിക്കൊള്ളാതെയാ അച്ഛൻ വിവാഹ നിശ്ചയവുമായി മുന്നോട്ട് പോയത്. അറിഞ്ഞ ഭാവം എന്നോട് കാണിച്ചതുമില്ല. മൃദുലയുടെ മട്ടുമാറി. നീ എന്തിനാ വിനയൻ മാഷിനോട് പറയാൻ പോയത്? അയാൾ നമുക്ക് ആരുമല്ല. നിന്റെ അച്ഛൻ്റെ ഏത് പ്രവൃത്തിയും ന്യായീകരിക്കുന്ന ആളാ. ഇനി ഒരു കാര്യവും അയാളോട് സംസാരിക്കരുത്. നമുക്ക് അയാൾ ശത്രുവാ. മിണ്ടാൻ പോലും കൂട്ടാക്കരുത്. മൃദുല മുന്നറിയിപ്പ് കൊടുത്തു. അവൾ തലയാട്ടി. മഹിയുമായുള്ള വിവാഹത്തിന് നിന്റെ അച്ഛൻ ധൃതി കൂട്ടിയതിൻ്റെ കാരണം ഇപ്പോഴല്ലേ മനസ്സിലായത്? ഭാവിയിൽ ഒരു ഡോക്ടറാവാൻ പോകുന്നവനെ നിന്റെ അച്ഛന് വേണ്ട. സഞ്ജുവിൻ്റെ കാര്യത്തിൽ പ്രതീക്ഷ വെക്കാനൊന്നും കഴിയില്ലമ്മേ. ഒരു ഡോക്ടറാവാനുള്ള എൻ്റെ സ്വപ്നം നടക്കാൻ പോണില്ല. എന്നെപ്പോലൊരു പെണ്ണിനെ സ്വീകരിക്കാൻ സഞ്ജുവിൻ്റെ വീട്ടുകാർ തയ്യാറാവില്ല. മകനൊരു ഡോക്ടറെ മാത്രമേ അവർ നോക്കൂ. തിരിച്ചറിവോടെയാണ് അവൾ പറഞ്ഞത്. എന്നവൻ പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലുമില്ല. സഞ്ജുവിന് അതൊരു വിഷയമേ അല്ലെന്നാ ഇന്നും പറഞ്ഞത്. നീ ഇങ്ങനെയൊരു മണ്ടിയായല്ലോ. നോക്ക്, അവനുമായിട്ടുള്ള അടുപ്പം വിട്ടുകളയരുത്. അതിനു വേണ്ട ബുദ്ധിയും മിടുക്കും നീ കാണിക്കണം. അതൊരു പുളുങ്കൊമ്പ. പിടിച്ച പിടി വിടരുത്. അവൾ അമ്പരപ്പോടെ മൃദുലയെ നോക്കി. അതേ മോളെ, നീ പിടിമുറുക്കിയാൽ അവൻ എങ്ങും പോവില്ല. അവൻ ആഗ്രഹിക്കുന്നിടത്ത് അവൻ്റെ അച്ഛനും അമ്മയും നിൽക്കും. നിന്നേ പറ്റൂ. റോഡിൽ ബൈക്കിൻ്റെ ശബ്ദം കേട്ടു. വരുന്നുണ്ട്. രാവിലെ പോയതാ. അവളെ കാണാനല്ലാതെ മറ്റെവിടേക്കാ? മൃദുല പിറുപിറുത്തു. ഗേറ്റിൽ ജയരാമനെ കണ്ടതും അമൃത അകത്തേക്ക് പോയി. ജയരാമൻ ബൈക്കിൽ നിന്നിറങ്ങി വന്നു.
കാപ്പി പോലും കഴിക്കാതെ ജയേട്ടൻ എവിടേക്കാ പോയത്? വിഷമം ഭാവിച്ച് മൃദുല ചോദിച്ചു. വീട്ടിൽ തന്നെ സദാ നേരവും ചടഞ്ഞിരിക്കാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണം. വടക്കാഞ്ചേരി വരെ ഒന്ന് പോയതാ. ജയരാമൻ കസേരയിൽ ചെന്നിരുന്നു. ജയേട്ടൻ വാ, കാപ്പി എടുക്കാം. ഞാൻ കഴിച്ചു, നീ അവിടെ നിൽക്ക്. നടക്കാൻ തുടങ്ങിയ മൃദുല നിന്നു. ഞാനും ദേവിയും തമ്മിൽ അരുതാത്ത എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഞാൻ ജയേട്ടനെ സംശയിക്കില്ല. മണിച്ചേച്ചിയാ കുട്ടികളോട് ഇല്ലാത്ത കഥകൾ പറഞ്ഞത്. അത് കേട്ടിട്ട ചാരു ദേവിയെ കാണാൻ പോയതും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതും. അമ്മു എന്റെ നേരെ വിരൽ ചൂണ്ടിയിട്ട് മൃദുല കണ്ടു നിന്നതല്ലേ ഉള്ളൂ. പകരം നിനക്ക് എന്നെ തിരിച്ചയക്കണം. അച്ഛൻ നിരപരാധിയാണെന്ന് മക്കളെ ബോധ്യപ്പെടുത്താനല്ല നീ ശ്രമിച്ചത്. ഞാൻ എന്തു പറഞ്ഞാലും അവർ വിശ്വസിക്കില്ല. കാര്യങ്ങൾ അത്രത്തോളം ചെന്നെത്തി. ഭദ്രൻ വന്നതോടെ എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോയി. അതെല്ലാം ഓർത്ത് ഞാൻ പറഞ്ഞു പോയതാ. ജയേട്ടനല്ലാതെ എനിക്കാരാ ഉള്ളത്? അവൾ നിറയാത്ത കണ്ണു തുടച്ചു. ഒരഗ്നിപർവ്വതം അയാളുടെ ഉള്ളിൽ പൊട്ടിച്ചിതറി. മഹിയുമായിട്ടുള്ള വിവാഹം നിശ്ചയിക്കാൻ ജയേട്ടൻ തീരുമാനിച്ചതാ അമ്മുവിനെ ചൊടിപ്പിച്ചത്. അവൻ വിവാഹത്തിൽ നിന്ന് പിന്മാറിയെന്ന് ഹോസ്പിറ്റലിൽ വെച്ച് അവളോട് പറയുകയും ചെയ്തു. അപ്പോ അവൻ അവളെ വേണ്ട. പിന്നെ ആരെയാണാവോ അവൻ മനസ്സിൽ കണ്ടത്? മൃദുലയുടെ മനസ്സ് പൊള്ളി. ശരി, അവളേക്കാൾ നല്ല ബന്ധം അവന് കിട്ടുമെങ്കിൽ പോയിക്കോട്ടെ. ഞാനും അത് അവസാനിപ്പിച്ചു. അവളോട് പറഞ്ഞേക്ക്. മൃദുല മെല്ലെ അകത്തേക്ക് വലിഞ്ഞു. അവിടെ അമൃത നിൽപ്പുണ്ടായിരുന്നു. മൃദുലയെ തറപ്പിച്ചൊന്ന് നോക്കിയിട്ട് അമൃത മുറിയിലേക്ക് പോയി. മൃദുല കൂടെ ചെന്നു. അച്ഛനോട് പറയുന്നത് ഞാൻ കേട്ടു. അമ്മയ്ക്ക് അച്ഛനെ വിശ്വാസമാണെന്ന്. അമ്മ അച്ഛനെ ന്യായീകരിക്കുന്നതായി എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്. നിങ്ങളെ ഓർത്ത് മാത്രം. ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയാൽ ജയേട്ടൻ ഈ വീട് വിട്ടു പോകും. പോകട്ടെ എന്ന് നീ പറയും. പക്ഷേ എനിക്കത് താങ്ങാനാവില്ല. പിന്നെന്തിനാ ഞാൻ ഇത്രയും കാലം എല്ലാം ഉള്ളിലൊതുക്കി ജീവിച്ചത്? പരിഹാസത്തോടെ അമൃത മുഖം തിരിച്ചു കളഞ്ഞു. ബിസിനസ് തുടങ്ങാനുള്ള പുറപ്പാടില്ല നിന്റെ അച്ഛൻ. എന്റെ അക്കൗണ്ടിലെ പൈസ ആവശ്യപ്പെട്ടാൽ നീ മുന്നോട്ട് വരണം. നിനക്ക് പഠിക്കണമെന്ന് കട്ടായം പറയണം. അച്ഛനെ തള്ളിക്കളയുകയല്ല വേണ്ടത്. സ്വന്തം കാര്യം സാധിക്കുന്നതുവരെ കൂടെ നിർത്താനാ നോക്കേണ്ടത്. പൈസയെ ചൊല്ലി ഒരു സംസാരം ഉടനെ ഉണ്ടാവും. എതിർത്തൊന്നും ഞാൻ പറയില്ലെന്ന് നിനക്കറിയാമല്ലോ. മൃദുല തിരിഞ്ഞ് പുറത്തേക്ക് പോയി. അമൃത കട്ടിലിൽ ചെന്നിരുന്നു. സെൽ റിങ് ചെയ്തപ്പോൾ ജയരാമൻ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു. ഗൾഫിൽ നിന്ന് സൂരജിന്റെ കോളായിരുന്നു. കോൾ എടുത്തുകൊണ്ട് അയാൾ മുറ്റത്തേക്ക് ഇറങ്ങി. ഹലോ, ജയരാമേട്ടൻ നാട്ടിലെത്തിയതോടെ ഞങ്ങളെയൊക്കെ മറന്നല്ലേ? പക്ഷേ ജയരാമേട്ടനെ ഓർക്കാത്ത ഒരു ദിവസം പോലും ഞങ്ങൾക്കില്ല. ജയരാമൻ ഒന്ന് നിശ്വസിച്ചു. ആ ഫ്ലാറ്റും അവിടുത്തെ മുറിയും അയാളുടെ മനസ്സിലേക്ക് വന്നു. ഗൾഫിലായിരുന്നപ്പോൾ നാടിനെക്കുറിച്ച് ഓർക്കുമ്പോഴുള്ള തണുപ്പായിരുന്നു ഉള്ളിലുണ്ടായിരുന്നത്. മറന്നതല്ല സൂരജ്, നാട്ടിൽ വന്ന് ഓരോ തിരക്കുകളായി. അതിനിടയിൽ മൂത്ത മോള് വീണ് ചെറിയൊരു പരിക്ക് പറ്റി. ഓട്ടം തന്നെ. അയ്യോ, ഞാനതറിഞ്ഞില്ല. നീ തന്നുവിട്ടതൊക്കെ ഭദ്രമായി ഇരിപ്പുണ്ട്. ഉടനെ ഞാൻ വീട്ടിലെത്തിക്കാം. ബഷീറിനോട് പറഞ്ഞേക്ക്. ജയരാമേട്ടൻ അതും കൊണ്ട് പോകണ്ട. വീട്ടിൽ നിന്ന് അച്ഛൻ വന്ന് വാങ്ങിക്കോളും. എങ്കിൽ വളരെ സന്തോഷം. പിന്നെ റസിയ ജയരാമേട്ടൻ്റെ വിവരം അന്വേഷിച്ചിരുന്നു. അവളുടെ വീട് വരെ ഒന്ന് പോണം. അത് വൈകിക്കൂടാ. നിങ്ങളുടെ വിശേഷങ്ങൾ പറ. ലത്തീഫിൻ്റെയും പ്രകാശിൻ്റെയും കാര്യം കഷ്ടത്തിലാ. അബ്ബാസ് കമ്പനിയെ പറ്റിച്ച് അവർക്ക് കൊടുക്കാനുള്ള ശമ്പളവുമായി മുങ്ങി. 2 വർഷത്തെ ശമ്പള പാവങ്ങൾക്ക് പോയത്. കഷ്ടം തന്നെ. അബ്ബാസിനെ പിടിക്കാൻ പറ്റിയില്ലേ? അവൻ ദുബായിൽ എവിടെയോ ഉണ്ട്. ലത്തീഫിനെയും പ്രകാശിനെയും കൂടെയുള്ളവരെയും ഇന്നലെ നാട്ടിലേക്ക് അയച്ചു. അവരുടെ കരച്ചിൽ കണ്ടിട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല ജയരാമേട്ട. ലത്തീഫ് നെഞ്ചത്തടിച്ച് കരച്ചില്ല. നാട്ടിൽ ചെന്ന് അബ്ബാസിന്റെ വീടിനു മുന്നിൽ സമരമിരിക്കുമെന്നാ അവർ പറഞ്ഞത്. ലത്തീഫിന് ക്യാൻസർ രോഗിയായ ബാപ്പയും പഠിക്കുന്ന 2 അനിയത്തിമാരുമുണ്ട്. അവൻ നിക്കാഹ് കഴിഞ്ഞയുടനെ ഗൾഫിലേക്ക് പോയതാണ്. ജയരാമേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എവിടെയെങ്കിലും ഒരു ജോലി തരപ്പെടുത്തി തന്നേനെന്ന് അവൻ പറഞ്ഞു. എവിടെയായാലും കബളിക്കപ്പെടാൻ നമ്മളെപ്പോലെ കുറെ മനുഷ്യരുണ്ട്. അതിന് ജാതിയും മതവും ഒന്നുമില്ല. ലത്തീഫ് ജയരാമേട്ടനെ കാണാൻ വരും. അവനെപ്പോലൊരു പാവത്താണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആ, നിന്റെ വിവാഹകാര്യമൊക്കെ എന്തായി? ഒരെണ്ണം ഒത്തു വന്നിട്ടുണ്ട്. ജയരാമേട്ടന് വാട്സപ്പ് ഉണ്ടേൽ ഞാൻ അവളുടെ ഫോട്ടോ വിടാം. ജയരാമേട്ടനൊരു അഭിപ്രായം പറഞ്ഞാലേ എനിക്കൊരു ധൈര്യം വരൂ. ജയരാമന് ആത്മനിന്ദ തോന്നി. വേണ്ട, നീ അതിന് കൈ കൊടുക്ക്. നിനക്ക് പ്രായം 32 ആയില്ലേ? നാളു ഭരണി. ഇനി വെച്ച് താമസിപ്പിക്കരുത്. വിവാഹം കഴിഞ്ഞാൽ അവളെ കൂടി കൊണ്ടുപോകണം. അതിനുള്ള വരുമാനം എനിക്കില്ലെന്ന് ജയരാമേട്ടൻ അറിയില്ലേ?
2500 ദിർഹം തികച്ചു കിട്ടില്ല. ഉള്ളതുകൊണ്ട് ജീവിച്ചാൽ നീ വിഡ്ഢിയാവില്ല. ജയരാമേട്ടൻ്റേത് ഒരു ദൈവവാക്കായി നീ കരുതിക്കോ. ഭൂമിയിൽ എന്തിനേക്കാളും വലുത് സമാധാനമാണ് മോനെ. മറുപടി വന്നില്ല. നിനക്കൊരു അനിയൻ കൂടിയില്ലേ? അച്ഛനും അമ്മയും അവൻ്റെ കൂടെ നിൽക്കും. അവർക്ക് ചിലവിനുള്ള പണം മുടങ്ങാതെ അയച്ചു കൊടുത്താൽ മതി. അവളെ കൊണ്ടുവന്നാൽ ഒരു ഫ്ലാറ്റ് എടുക്കണ്ടേ? വേണം. നിങ്ങൾക്കൊന്നിച്ച് ജീവിച്ചുകൂടെ? അവൻ്റെ മൂളൽ കേട്ടു. ഇരുട്ട് നിറഞ്ഞ പെട്ടിക്കുള്ളിൽ വെച്ച പൊടി പോലെയാ പല പെണ്ണുങ്ങളുടെയും മനസ്സ്. ഏതെങ്കിലും ഒരു സുഷിരത്തിലൂടെ വെളിച്ചം വന്നാൽ ചെടിത്തലപ്പ് അങ്ങോട്ട് പോവും. ഇതെല്ലാ സ്ത്രീകളെയും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അന്തസ്സും ആത്മാഭിമാനവുമുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. നിനക്ക് കിട്ടുന്നത് അങ്ങനെയൊരു പെണ്ണല്ലെങ്കിലോ? ഒരു പരീക്ഷണത്തിന് നമ്മൾ നിന്നു കൊടുക്കരുത്. എനിക്ക് മനസ്സിലാവണുണ്ട് ജയരാമേട്ട. നമുക്കിടയിൽ മൂന്നാമതൊരാൾ എങ്ങനെയും നുഴഞ്ഞു കയറാം. നമ്മുടെ ശത്രു പെണ്ണല്ല, ഇത്തിക്കണ്ണികളായ ആണുങ്ങൾ തന്നെ. അവന്മാർ സാഹചര്യം വെച്ച് മുതലെടുപ്പ് നടത്തും. എന്തെങ്കിലും ഒരു സഹായത്തിനാവും സ്ത്രീകൾ അവന്മാരെ സമീപിക്കുന്നത്. അല്ലാതെ അവൾ ആണിനെ മോഹിച്ചല്ല. പക്ഷേ അവൻ്റെ മനസ്സിൽ മറ്റൊന്ന. അവൻ അവിടെ കൊണ്ടെത്തിക്കും. ആ ട്രാപ്പിൽ വീണുപോയാൽ തീർന്നില്ലേ അവളുടെ കാര്യം? ശരിയാണ്. നീ അവളെ കെട്ടാൻ വരുമ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പിന് വേണം വരാൻ. ആരെയും വിശ്വസിക്കരുത് മോനെ, ആരെയും. ഒടുവിൽ നമുക്ക് നമ്മളെ കാണൂ. അതെ, പല അനുഭവങ്ങളും നമ്മുടെ മുന്നിലില്ലേ? വിവാഹം ഉറപ്പിച്ച 2 മാസത്തിനുള്ളിൽ ഞാൻ നാട്ടിലെത്തും. പെണ്ണിനെ കാണാൻ പോകുമ്പോൾ ജയരാമേട്ടൻ കൂടി വേണം. നീ വാ. ഞാൻ എവിടെയുണ്ടെങ്കിലും നീ എന്നെ കാണാതെ പോകരുത്. ജയരാമേട്ടനെ കാണാതെ പോകാനോ? എന്നാൽ ശരി. കോൾ കട്ടായി. മുറ്റം വഴി ജയരാമൻ പറമ്പിലേക്കിറങ്ങി. അവിടെ നിന്ന് അതിര് കടന്ന് അയാൾ വിനയന്റെ പറമ്പിലെ ഹട്ടിൽ പ്രവേശിച്ചു. അയാൾ കസേരയിൽ ഇരുന്നു. ഇന്ന് രാത്രി എല്ലാത്തിനും പരിഹാരമുണ്ടായിരിക്കണം. ആദ്യം അവളെ, പിന്നീട് അവനെ. മനസ്സിൽ പ്ലാൻ ചെയ്തതുപോലെ ഒരു രാത്രി വേണം രണ്ടിനെയും തീർക്കാൻ. അവൻ ഒരിക്കലും രക്ഷപ്പെട്ടു പോകരുത്. ജയരാമൻ സെല്ലെടുത്ത് മഹേഷിന്റെ നമ്പറിലേക്ക് വിളിച്ചു. റിങ് ചെയ്ത് കുറെ കഴിഞ്ഞാണ് അവന്റെ സ്വരം വന്നത്. എന്താ ജയൻമാമേ? മഹി, നീ എവിടെയുണ്ട്? സ്നേഹം നടിച്ച അയാൾ ചോദിച്ചു. ഒരു ആടിന്റെ ഷൂട്ട് നടക്കുക ആലുവയിൽ. എന്താ ജയൻമാമ വിളിച്ചത്? ഞാനൊരു ബിസിനസ് തുടങ്ങാനുള്ള ആലോചനയില്ല. എനിക്ക് നിന്നെ നേരിട്ട് കണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കണം. നിന്നെയല്ലാതെ എനിക്ക് ആശ്രയിക്കാൻ വേറെ ആരാ ഉള്ളത്? നീ എപ്പോൾ വീട്ടിലെത്തും? ഞാൻ അങ്ങോട്ട് വരാം. ഷൂട്ട് വൈകുന്നേരം വരെ ഉണ്ടാവും. വീട്ടിലെത്തുമ്പോൾ എന്തായാലും രാത്രി 9 മണിയെങ്കിലും കഴിയും. നാളെ കണ്ടാൽ മതിയോ? അതോ ഞാൻ ഇന്ന് രാത്രി ജയൻമാമയെ കാണാൻ വരണോ? അത് വേണ്ട, ഫ്രഷായിട്ട് സംസാരിക്കാനുള്ളതാ. രാവിലെ ഞാനങ്ങോട്ട് വരാം. നീ രാത്രി എറണാകുളത്ത് തങ്ങില്ലല്ലോ? ഇല്ല, വീട്ടിൽ അമ്മ തനിച്ചല്ലേ ഉള്ളൂ. 10 മണിക്ക് തന്നെ ഞാനങ്ങ് എത്തും, അവൻ ഉറപ്പായി പറഞ്ഞു. എന്നാൽ രാവിലെ 8-ന് മുമ്പ് ഞാൻ അവിടെ എത്തും. പിന്നെ ദേവിയെ ചൊല്ലി ചില തെറ്റിദ്ധാരണകളൊക്കെ കുട്ടികൾക്ക് വന്നിട്ടുണ്ട്. നീ ഇടപെട്ട് അതൊന്ന് പരിഹരിക്കണം. അതിന് ദേവി ആൻറ്റിയും ജയൻമാമയും തമ്മിൽ എന്ത് ബന്ധമാ ഉള്ളത്? എല്ലാം മൃദുലാൻറ്റിക്ക് അറിയാവുന്നതല്ലേ. അവൾ പാവം പിടിച്ച പെണ്ണല്ലേടാ. അവളുടെ വാക്കൊന്നും കുട്ടികൾ മുഖവിലേക്ക് എടുക്കില്ല. എല്ലാം നേരിൽ പറയാം. ജയൻമാമ ധൈര്യമായിട്ടിരിക്കെ. എന്തിനു ഞാനില്ലേ? അവന്റെ വാക്കുകൾ ജയരാമന്റെ കാതിൽ തുളച്ചു കയറി. എന്നാൽ നീ വച്ചോ. അയാൾ കോൾ കട്ട് ചെയ്തിട്ട് ഫോൺ മേശയിലേക്ക് ഇട്ടു. 10-ന് മുമ്പ് അവൻ വീട്ടിലെത്തുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. അവൻ വന്നിറങ്ങുമ്പോൾ മുറ്റത്തെ ഇരുട്ടിൽ കാത്തു നിൽക്കണം. ഒരു കൈപ്പിഴിയും പറ്റിപ്പോകരുത്. ആദ്യം മരിക്കേണ്ടത് ഇത്തിൽ കണ്ണിയാണ്. തന്റെ ചോരയും നീരും കുടിച്ച് വളർന്നവൻ. പിന്നീട് വീട്ടിലേക്ക്. 2-ാം ഊഴം അവൾക്കുള്ളതാണ്. ഇന്ന് രാത്രി എല്ലാത്തിനും പ്രതിവിധിയുണ്ടാവും. ജയരാമന്റെ ശരീരമാകെ ചൂടുപിടിച്ചു. അടുത്ത ഭാഗം നാളെ.